നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് മോഡലിൽ 4 ക്വസ്റ്റ്യൻ്റെ അകത്ത് 4 ക്വസ്റ്റ്യനും നോക്കിക്കൊണ്ട് പോയാൽ തന്നെ മതി. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് മോഡലിൽ നിന്ന് ചോദിച്ചാലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനും പറ്റും. അപ്പം നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പം എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ക്യാരീസ് 4 masses A, B, C and D which are radially attached to it. ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് 4 പ്ലെയിൻ. ഓക്കെ, ഏതൊക്കെയാണ്? A, B, C and D. ഓക്കെ, which are radially attached to it. The mass centers are 30 mm, 38 mm, 40 mm and 35 mm respectively. അതായത് റേഡിയസ് ആണ് 30 mm, 38 mm, 40 mm, പിന്നെ 35 mm. ഓക്കെ, ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, റേഡിയസ്. പിന്നെ ദ മാസസ് A, C and D are 7.5 kilogram, 5 kilogram, 4 kilogram respectively, ക്രമമായി ACD. Okay, the axial distance between the planes of rotation of A and B is 400 mm. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആക്സിയൽ ഡിസ്റ്റൻസ് 400 mm. ബി ആൻഡ് സി എന്ന് പറയുന്നത് 500 mm. സിയും ഡിയും തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. ദ മാസസ് എ ആൻഡ് സി ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. അതായത് നമ്മൾ എയിനെ ഹോറിസോണ്ടലായിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ എയും സിയും വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിരിക്കുന്നത് എ സി. ഓക്കെ, അത് സ്പേസ് ഡയഗ്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിൻ്റെ ആംഗിൾ മാത്രമാണ് ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ആംഗിൾസ് ബിറ്റ്വീൻ മാസസ് ബി ആൻഡ് ഡി, അതായത് എയിന്ന് മെഷർ ചെയ്യുമ്പോൾ ബിയും ഡിയിലേക്കുള്ള ആംഗിൾ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ബി വരും, എവിടെയോ ബി വരും, എവിടെയോ ഡിയും വരും. അപ്പോൾ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എ എന്നുള്ള അതിൻ്റെ ആംഗിളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എ എന്നുള്ള ആംഗിൾ ഫ്രം മാസ് എ എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ദ ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് സി ആൻഡ് ഡി, അതായത് സിയും ഡിയും ഇല്ലേ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കിവിടെ എക്സ് ആയിട്ട് എടുത്തു. ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ ഇവിടെ എവിടെയോ ഇതിൻ്റെ തീറ്റ വരും, അതായത് തീറ്റ ഓഫ് ബി, തീറ്റ ബിയും തീറ്റ ഡിയും ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫ്രം എയിന്ന് തീറ്റ ബിയും എയിന്ന് തീറ്റ ഡി. ഓക്കെ, ഇനിയിപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസ് ബി, അതായത് ഈ ബി എന്ന് പറഞ്ഞ പ്ലെയിനിൻ്റെ മാസാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 ചോദ്യം. എക്സ് മാസ്, ബീൻ്റെ മാസ്, പിന്നെ തീറ്റ ബിൻ്റെയും ഡിൻ്റെയും പ്ലെയിനിൻ്റെ എയ്ക്ക് റെസ്പെക്റ്റീവായിട്ടുള്ള തീറ്റ ആംഗിളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഫ്രെയിം കറക്റ്റായോ? ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യം ബോക്സ് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്ലെയിൻസ് വരച്ചു, പിന്നെ മാസ് കിലോഗ്രാം, പിന്നെ റേഡിയസ് എന്തോന്ന് മീറ്റർ, പിന്നെ FC/ω², അതാണ് എന്തോന്ന് കിലോഗ്രാം മീറ്റർ. ഓക്കെ, പിന്നെ ലെങ്ത്ത്. അപ്പോൾ ഇതിനെ നമ്മൾ മറ്റേ രീതിക്കും കൂടെ ഇവിടെ വരയ്ക്കണം. ഓക്കെ, മീറ്റർ. പിന്നെ കപ്പിൾ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് എടുത്തു. ഓക്കെ, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വരച്ചോളൂ എക്സാമിന്. ഇങ്ങനെ എടുത്തു. ഇനിയിപ്പം മറ്റൊരു ബോക്സ് ലെങ്ത്ത് വരയ്ക്കാൻ വേണ്ടി അത് പറയാം. ശരി, പ്ലെയിൻസ് ഏതൊക്കെയാണ്? എ, ബി, സി ആൻഡ് ഡി. ഇതിൻ്റെ മാസ് 7.5 കിലോഗ്രാമാണ്. ബീൻ്റെ തന്നിട്ടില്ല, എന്തോന്ന് എഴുതണം? MB എന്ന് എടുത്തു, 5, പിന്നെ 4. ഓക്കെ, ഇനി റേഡിയസോ 30 mm. MM-ലാണ് തന്നിരിക്കുന്നത് 30 mm. അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. 1, 2, 3. അപ്പം 0.03 എന്ന് പറഞ്ഞ് വരും. അപ്പം 0.03 മീറ്റർ. ഇത് 0.038, ഇത് 0.04, ഇത് 0.035. ഓക്കെ, ഇനിയിപ്പോൾ ഇതും കൂടെ ഗുണിച്ചെഴുതുക. ഇപ്പോൾ എത്ര? 7.5 × 0.03, 0.225. ഇത് 0.038
ഇൻറ്റു MB, പിന്നെ 5 ഇൻറ്റു 0.04, 0.2, 0.035 ഇൻറ്റു 4, അപ്പം 0.14 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എഴുതാൻ നേരത്തെ നമ്മൾ റെഫറൻസ് പ്ലെയിനിനെ കറസ്പോണ്ടിങ് ആയിട്ടല്ലേ എഴുതേണ്ടത്. അപ്പോൾ ഇതിനകത്ത് റെഫറൻസ് പ്ലെയിൻ നമ്മൾ ഡിസൈഡ് ചെയ്യണ്ടേ. ഇതിനകത്ത് ഏതാണ് റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്, ഏതാണ് അൺനോൺ അതിനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കേണ്ടത്. ഇതിനകത്ത് ബി മാത്രമേ ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കേണ്ടത് ബീനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റെഫറൻസ് പ്ലെയിൻ. അപ്പം നമ്മൾ ഇതിൻ്റെ ലെങ്ത് എഴുതാൻ നേരത്തെ എല്ലാം റെഫറൻസ് പ്ലെയിൻ്റെ അടിസ്ഥാനമായിട്ടല്ലേ എഴുതേണ്ടത്. അപ്പം നമ്മൾ ഇതിങ്ങനെ എടുക്കണ്ടേ, അതായത് ഈ ഒരു രീതിയിൽ വരയ്ക്കണ്ടേ, അതായത് ഇങ്ങനെ നമ്മൾ വരച്ചു. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. കാണാമോ? ഓക്കെ. അപ്പം ഇത് 0, റെഫറൻസ് പ്ലെയിൻ്റെ ഇത് 0, റെഫറൻസ് പ്ലെയിൻ്റെ ഇത് 0 എന്ന് പറയുമ്പോൾ ഇത് 0. ഇതിൻ്റെ ലെങ്ത്ത് എയും ബിയും തമ്മിലുള്ള ദൂരം 400. അപ്പം -400 mm ആണ് ബിന്ന് എയിലോട്ടുള്ള ദൂരം. ഇനി ബിന്ന് സിയിലോട്ടുള്ള ദൂരമോ എത്ര വരും? 500 mm. ഇനി ബിന്ന് ഡിയിലേക്കുള്ള ദൂരമോ, ഇത് എക്സ് ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്, അപ്പം 500 + x എന്ന് പറഞ്ഞ് വരും. എമ്മിലാണ് 500 mm + x എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് ഇതിൻ്റെ അകത്തേക്ക് എഴുതാം. അപ്പം എ റെഫറൻസ് പ്ലെയിനിന് എയിലേക്കുള്ളത് -400. അപ്പം ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് എഴുതാൻ നേരത്ത് -0.4 എന്ന് പറഞ്ഞ് വരും. പിന്നെ ബീൻ്റെ 0 തന്നെ. സീൻ്റെ എന്ന് പറയുമ്പോൾ ബിന്ന് സിയിലേക്കുള്ളത് 500. അപ്പോൾ 0.5. ഇത് താഴത്തതോ 0.5 + x. ശരിയല്ലേ? ഇനിയിപ്പോൾ ഇതും കൂടെ ഗുണിച്ച് ഇത് എഴുതുക. അപ്പം 0.225 ഇൻറ്റു 0.4 = 0.09 -0.09. ഇത് 0 തന്നെ, 0 ആയിട്ട് ഗുണിക്കുമ്പോൾ 0 തന്നെ. ഇത് വന്നിട്ട് 0.2 ഇൻറ്റു 0.5 എത്ര? 0.1. ഇനിയിപ്പോൾ ഇതോ 0.14 ഇൻറ്റു 0.5 + x എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇതും കിട്ടി. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കപ്പിൾ വരയ്ക്കത്തില്ലേ? ഇതിൻ്റെ അൺനോൺ ആയിട്ട് കിടക്കുന്ന ഈ ഒരു സാധനമാണ്. കപ്പിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുമല്ലോ. ശരി, ഇനിയിപ്പോൾ കപ്പിൾ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ വേണ്ടി നമുക്ക് സ്പേസ് ഡയഗ്രാം വേണ്ടേ. ഇപ്പോൾ ഇവിടെ റഫായിട്ടൊരു സ്പേസ് ഡയഗ്രാം ആംഗിൾ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ സ്പേസ് ഡയഗ്രാം കാണാമോ? ഓക്കെ, സ്പേസ് ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് ആദ്യം എന്തോന്ന് എഴുതണം? അസ്യൂമിങ് പ്ലെയിൻ എ അസ് ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കുക. അതിനുശേഷം ഹോറിസോണ്ടലി ഒരു ലൈൻ ചെറുതായിട്ട് കൊടുക്കുക. കൊടുത്തു. ഇവിടെ ഡോട്ട് വെച്ച് ഇതിനെ O ആയിട്ട് എടുത്തു, ഇതിനെ ഏതായിട്ട് എടുത്തു? A ആയിട്ട് എടുത്തു. അറ്റത്തെ വേർഡ്സ് ആണ് ഫോഴ്സ്. ഇനിയിപ്പം ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുക. 90 ഡിഗ്രി എന്നല്ലേ പറഞ്ഞിരിക്കുന്നവര്. 90 ഡിഗ്രി എടുത്ത് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് Oയിന്ന് 90 ഡിഗ്രി വരയ്ക്കുക. ഇതാണ് സി. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി സ്പേസ് ഡയഗ്രാം. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കത്തില്ലേ? അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് വരയ്ക്കാം? കപ്പിൾ പോളിഗൺ വരയ്ക്കാം. അപ്പം കപ്പിൾ പോളിഗൺ ഇത് നിങ്ങൾ വരയ്ക്കാൻ നേരത്ത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്നതിനെ നിങ്ങൾ ജസ്റ്റ് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ബോക്സ് വരച്ച് ബോക്സിനകത്ത് കിട്ടിയതിന് ശേഷം ഒരു പേജ് ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കായിട്ട് സ്പേസ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ പറ്റും, അതിൻ്റെ തൊട്ട് താഴെ ഫോൾസ് പോളിഗൺ വരയ്ക്കാൻ പറ്റും, അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ബാക്കി മെഷർമെൻറ്റ്സും കാര്യങ്ങളും എഴുതാൻ പറ്റും. ഇത് എല്ലാം എടുത്ത് എഴുതാനും ബാക്കി എല്ലാത്തിനും വേണ്ടിയിട്ടാണ് എല്ലാത്തിനും ഒരു പേജിൻ്റെ അകത്ത് ഒതുക്കിയത്. അപ്പോൾ കഴിഞ്ഞ കണക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ നോക്കി മനസ്സിലാക്കി വരച്ചിരുന്നാൽ മതി. കപ്പിൾ പോളിഗണ് സ്കെയിൽ വേണ്ടേ? സ്കെയിൽ വേണം. അപ്പോൾ കപ്പിൾ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ 0.09 0.1 അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിനെ സ്കെയിൽ ചെയ്യണം. അപ്പം ഞാൻ എടുത്തു 0.09 ഡിവൈഡഡ് ബൈ 0.1 ചെയ്ത് നോക്കി. അപ്പം 0.1 ചെയ്തപ്പോൾ എനിക്ക് 0.9 ആണ് കിട്ടുന്നത്.
അപ്പം 0.2 ചെയ്ത് നോക്കാം. 0.2 അപ്പം അതും ശരിയാവത്തില്ല. അപ്പം 0.01 ചെയ്ത് നോക്കാം. അപ്പം എനിക്ക് 9 കിട്ടുന്നുണ്ട്. 9 അത് വലിയൊരു മെഷർമെൻ്റ് ആയി പോകില്ലേ. അപ്പം 9 വിട്ടിട്ട് ഞാൻ ഒരു 2 ചെയ്ത് നോക്കാം. 0.02 ചെയ്ത് നോക്കാം. അപ്പോൾ 4.5. 4.5 ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് 0.1 ഇട്ട് നോക്കാം. 0.1 എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 4.5ഉം 5ഉം ഏതാണ്ട് ഓക്കെ അല്ലേ. അപ്പം 0.02 തന്നെ നമുക്ക് സ്കെയിൽ സെറ്റ് ചെയ്യാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.2 കപ്പിളല്ലേ. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. അപ്പം സ്കെയിൽ സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഓരോ വാല്യൂസിനെ എടുക്കുക, ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പോയിന്റ് സെറ്റ് ചെയ്തു. കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ വേണ്ടി ഒരു പോയിന്റ് സെറ്റ് ചെയ്തു. പോയിന്റ് സെറ്റ് ചെയ്തിട്ട് സ്പേസ് ഡയഗ്രാം ഓയും എയും കറക്റ്റായിട്ട് വെച്ചു. ഓക്കെ, ഓയും എയും കറക്റ്റായിട്ട് വെച്ചു. എന്നിട്ട് താഴേക്ക് വന്നു. എന്നിട്ട് വന്നു. ഇത് മൈനസ് അല്ലേ. മൈനസ് എന്ന് പറയുമ്പം ഏത് ഡയറക്ഷനാണ്? ഇങ്ങോട്ടേക്കല്ലേ പോകേണ്ടത്. അപ്പം 0.09 സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0.09 സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.5 എന്ന് പറഞ്ഞ് വരും. അപ്പം ഇവിടെ നിന്ന് 4.5 എടുക്കണം. വരുമോ നോക്കട്ടെ. 4.5 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ശരി. അപ്പം ഞാൻ ഈ പോയിന്റ് ഇവിടെ എടുത്തതിന് ഞാൻ ഇവിടെ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ എടുത്ത പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 4.5. അപ്പം ഇത് ഞാൻ O എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതാണ് എന്തോന്ന്? CA. എയിൻ്റെയല്ലേ വരച്ചത്? CCA. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് അടുത്ത വരയ്ക്കണം. അടുത്തത് എന്താണ്? C എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇതിനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് മെഷർ ഇത് ചെയ്തിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഇതാണ് കുഴപ്പം. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ നേരത്ത് നോക്കി സെറ്റായിട്ട് വരച്ചാൽ മതി. ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് 90 ഡിഗ്രി കൊടുത്താലും നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ല അങ്ങനെ വരയ്ക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ നേരത്ത് നിങ്ങളുടെ പെർഫെക്ഷനിൽ നിങ്ങൾ വരച്ചിരുന്നാൽ മതി. അപ്പം 0.1. അപ്പോൾ 0.1 ഡിവൈഡ് ബൈ 0.2 എത്ര വരും? 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ മണ്ടയ്ക്കോട്ട് വരയ്ക്കേണ്ടത് മുകളിലോട്ട്. 5 സെൻറ്റിമീറ്റർ എടുക്കുക, വെക്കുക, പോയിൻ്റ് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ അര മണ്ടയ്ക്കോട്ട്. ഇതെന്തുവാണ്? CC. ഏതാണ്? C ആണിത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം അവസാനിച്ച പോയിന്റും തുടങ്ങിയ പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുക? ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഇതാണ് അൺനോൺ ആയിട്ടുള്ള എന്ത്? ഇതിൻ്റെ അര ഇങ്ങോട്ടാണ്. അപ്പം ഇതിനെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് പാരൽ എടുത്ത് സ്പേസ് ഡയഗ്രാമിലേക്ക് വരച്ചേക്കാം. ആ ജോലി അവിടെ കഴിയും. അതിനുശേഷം ബാക്കി കണക്ക് ചെയ്യാൻ നോക്കാം. ഇത് ഫ്രെയിം കിട്ടുന്നുണ്ടോ? ഓക്കെ, രണ്ടും കൂടെ നോക്കുന്നതുകൊണ്ട് ചെറിയൊരു പനിക്കോട് വരുന്നുണ്ട്. ഇങ്ങനെ ഇതെന്തുവാ കിട്ടിയിരിക്കുന്നത്? ഈ സംഭവമല്ലേ D എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ആംഗിളല്ലേ കിട്ടിയിരിക്കുന്നത്? D. അപ്പം ഇത് എടുത്ത് എഴുതാം. സോറി, 0.14 ഇൻറ്റു 0.5 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഈ വാല്യൂ. ഇതിപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്ന് അളക്കാം. അളക്കാൻ നേരത്ത് എത്ര കിട്ടി? 6.65 എന്ന് പറഞ്ഞ് കിട്ടിയെന്ന് എടുക്കുവാൻ. 6.65 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാനിതിന് എന്തോന്ന് ചെയ്യണം? സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഇൻറ്റു. അപ്പോൾ ഈ 0.02 ചെയ്യുമ്പോൾ എത്ര വരും? 6.65 ഇൻറ്റു 0.02 ചെയ്യുമ്പോൾ 0.133 എന്ന് പറഞ്ഞ് വരും. 0.133 എന്ന് പറഞ്ഞ് വരും. അപ്പം അതിൻ്റെ അർത്ഥം 0.14 ഇൻറ്റു 0.5 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0.133 ആണെന്ന് പറഞ്ഞ് വരും.
അപ്പം ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. ഇത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്ററിൽ അടിച്ചും ചെയ്യാം. കാൽക്കുലേറ്ററിൽ അടിക്കാൻ അറിയാമോ? 0.14 ഇൻറ്റു ബ്രാക്കറ്റ് അടിക്കുക, 0.5 പ്ലസ് ആൽഫ നെക്കിക്കൊണ്ട് ഈ എക്സ് എടുക്കുക, പിന്നെ ബ്രാക്കറ്റ് കൊടുക്കുക, പിന്നെ ആൽഫ നെക്കിക്കൊണ്ട് ഈക്വൽ ടു കൊടുക്കുക, പിന്നെ 0.133 കൊടുക്കുക, ഷിഫ്റ്റ് നിൽക്കുക, സോൾവ് നിൽക്കുക, എന്നിട്ട് 0 കൊടുത്തിട്ട് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് എത്ര കിട്ടി? 0.45 എന്ന് പറഞ്ഞ് കിട്ടി. ഇതിൻ്റെ യൂണിറ്റ് എന്നാ? മീറ്റർ. കാരണം നമ്മൾ എല്ലാ മീറ്ററിലാക്കിയിട്ടല്ലേ ചെയ്തത്. അപ്പോൾ എക്സിൻ്റെത് മീറ്റർ. എക്സ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായില്ലേ? ഇതാണ് എക്സ്, ഈ ഡിസ്റ്റൻസ്. അപ്പോൾ 0.45 മീറ്റർ ആണ്. മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1, 2, 3. അപ്പോൾ 450 mm എന്ന് പറഞ്ഞ് വരും. 450 mm എന്ന് പറഞ്ഞ് വരും. അപ്പം നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടി. ചോദ്യം ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻസ് ഓഫ് സി ആൻഡ് ഡി എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളത് എഴുതുക. ആക്സിയൽ ഡിസ്റ്റൻസ് ഇത് എഴുതുക. ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് സി ആൻഡ് ഡി എന്ന് പറയുന്നത് എക്സ് ഇസിക്കൽ ടു 0.45 മീറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കപ്പിൾ പോളിഗൺ വരച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് വരയ്ക്കാം? ഒരു മിനിറ്റ്. കപ്പിൾ പോളിഗൺ വരച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്നാണ് വരയ്ക്കേണ്ടത്? ഫോഴ്സ് പോളിഗൺ. അപ്പോൾ ഫോഴ്സ് വരയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഫോഴ്സ് പോളിഗൺ എഴുതുക. ഫോഴ്സ് പോളിഗൺ. ഓക്കെ, സ്കെയിൽ ചെയ്യണ്ടേ? സ്കെയില് എത്ര വെച്ചോ? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? 0.225 ഡിവൈഡഡ് ബൈ 0.1 ചെയ്താൽ ഓക്കെ ആണോ? 2.25 വരുന്നത്. ആ വാല്യൂ ഓക്കെ ആണ്. ഇനിയിപ്പോൾ 0.2 എടുത്ത് നോക്കിയാലോ? 0.2 എടുത്ത് നോക്കിയാലും 2 സെൻറ്റിമീറ്റർ ഓക്കെ ആണ്. 0.14 എടുത്ത് നോക്കിയാലോ? 0.14 എടുത്ത് നോക്കിയാലോ? 1.4 അതും ഓക്കെ ആണ്. അപ്പം 0.1 എന്ന് പറഞ്ഞ് എഴുതാം. 0.1 എന്തോന്നാണ്? കിലോഗ്രാം മീറ്റർ ആണ്. ഓക്കെ, അതിനാണ് ഞാൻ സ്കെയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വാല്യൂവിനും ഞാൻ എടുത്ത് സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ശരി, ഇനിയിപ്പം ഏതാ ആദ്യത്തേത്? എ എന്ന് പറയുമ്പം ഇതെടുത്തു. ഫ്രെയിം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് താത്ത് വെക്കാം. ഓക്കെ, അപ്പം എടുത്തു, നേരെ താഴെ കൊണ്ടുവന്നു, ഇവിടെ വെച്ചു. ഞാൻ ഇതിനെ ഞാനിപ്പം O ആയിട്ട് എടുത്തു. ഇതെത്രയാ? 0.1 വെച്ച് 0.225 ചെയ്യുമ്പം 0.225 ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.25. ഓക്കെ, അപ്പം 1, 2, 2.2, 3ൻ്റെയും നടുക്ക്. ഓക്കെ, എനിക്കത് കിട്ടി. അപ്പം ഞാൻ ഈ വരച്ചതാണ് എന്തോന്ന്? FCA. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇനി അടുത്ത വരയ്ക്കേണ്ടത്. അടുത്തത് എന്തോന്നാണ്? സി അല്ലേ? C 0.2. പി കാണുന്നവരുടെ അൺനോൺ അല്ലേ? അപ്പം അതിപ്പോൾ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അവസാനം വരച്ചാൽ പോരെ. അപ്പം സീനെ എടുത്തു, ഇങ്ങനെ വെച്ചു, കറക്റ്റ് പാരലെടുത്ത് വെക്കുക, ഉണ്ടെങ്കോട്ട് കൊടുക്കുക, എന്നിട്ട് അളക്കുക. അളക്കുക എത്ര? 0.2 അല്ലേ? 0.2നെ 0.1 കൊണ്ട് ചെയ്തിട്ട് 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. അപ്പം ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഇതാണ് പോയിന്റ്. അപ്പം ഇതെന്തോന്നാണ്? FCC. അപ്പം ഇനി അടുത്ത എന്നതാ? ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 0.14. അതായത് ഡീൻ്റെ ആംഗിൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാം. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഇപ്പോൾ ഡി എടുത്തു. ഓക്കെ, ഡി എടുത്തിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി. മണ്ടക്കോട്ടാണോ താഴോട്ടാണോ വരയ്ക്കേണ്ടത്? താഴോട്ട്. എത്രയാണ് അതറിഞ്ഞൂടാ. അപ്പം അത് 0.14 ഡിവൈഡഡ് ബൈ 0.1 എന്ന് പറയുമ്പോഴത്തേക്കും 1.4 എന്ന് പറഞ്ഞ് വരും. അപ്പം 1.4 സെൻറ്റിമീറ്റർ എടുത്ത് താഴേക്ക് വരയ്ക്കണം. ഓക്കെ, കറക്റ്റ് കേട്ടോ. 1.4. ഓക്കെ, അപ്പം ഇതാണ് എന്തോന്ന്? FCD. ഇതിവിടെ അവസാനിച്ചില്ലേ? ഇത് തുടങ്ങിയ പോയിന്റ് അല്ലേ? ഇതും കൂടെ കൂട്ടിമുട്ടിക്കാം. കൂട്ടിമുട്ടിച്ചു. അപ്പോൾ ഈ കൂട്ടിമുട്ടിച്ച ഈ സംഭവമാണ് എന്തോന്ന്? 0.038 MB. 0.038 MB. അതെത്രയാണ്? അളക്കുക. എത്ര എനിക്ക് കിട്ടി?
കിട്ടിയത്? എനിക്കിപ്പോൾ ഒരു 3.35 കിട്ടിയെന്ന് 3.35 സെൻറ്റിമീറ്റർ. പിന്നെ എന്തോന്ന് ചെയ്യണം? സ്കെയിലുമായിട്ട് ഗുണിക്കണം. സ്കെയിൽ എത്രയാ? 0.1. അപ്പോൾ എങ്ങനെ എഴുതാം? 0.038 MB = 3.35 × 0.1 എന്ന് പറഞ്ഞ് എടുത്തു. അപ്പം 0.335 എന്ന് പറഞ്ഞ് കിട്ടി. 0.335 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ MB എന്ന് പറയുന്നത് 0.335 ഡിവൈഡഡ് ബൈ ഇങ്ങനെയല്ലേ ആ 0.038. അപ്പോൾ എത്ര വരും? 8.81. ഓക്കെ, ഇതിൻ്റെ 0.335 ഡിവൈഡഡ് ബൈ എത്ര വരും? 0.038 ചെയ്യാൻ നേരത്ത് 8.81 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 8.81 കിലോഗ്രാമാണ് മാസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ പെൻഡിങ് ആയില്ലേ, ഇതിനൊക്കെ ആയിട്ട് സ്പേസ് ഡയഗ്രാമിൽ വരയ്ക്കണ്ടേ? ഇങ്ങനെ കറക്റ്റ് വെച്ചു, സ്പേസ് ഡയഗ്രാമിനെ നീട്ടി വരച്ചു. ഇതാണ് എന്തോന്ന്? ബി. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയില്ലേ? ABCD എല്ലാം കിട്ടിയില്ലേ? അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? താഴെ നിന്ന് വരാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസ് ബി കണ്ടുപിടിച്ചു 8.81 കിലോഗ്രാം. അത് കണ്ടുപിടിച്ചു. ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് C and D എന്ന് പറഞ്ഞ് എഴുതിയിട്ട് x = 0.45 അല്ലെങ്കിൽ 450 എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് കണ്ടുപിടിച്ചു. ഇനി ആംഗിൾസ് ബിറ്റ്വീൻ ദ മാസസ് B and D, ബിയും ഡിൻ്റെയും ഫ്രം മാസ് AEന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ക്ലോക്ക് വൈസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതേണ്ടത്? ഇത് എഴുതുവാണെങ്കിൽ ഒരെണ്ണത്തിന് ഇപ്പോൾ എഴുതി കാണിക്കാം. ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ മാസ് ആംഗിൾസ് ബിറ്റ്വീൻ ദ മാസസ് A and B മെഷർഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് എടുക്കാം. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എന്നിട്ട് എടുത്തിട്ട് തീറ്റ ബി എന്ന് പറഞ്ഞ് എടുക്കുക. എത്ര വരും? താഴെ നമ്മളിപ്പോൾ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് മെഷർ ചെയ്യുക. എത്ര വരും എന്ന് പറയുന്നത് 160 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം 360 ഡിഗ്രി മൈനസ് 160 ഡിഗ്രി. അപ്പം 360 മൈനസ് 160 എന്ന് പറയുന്നത് 200 ഡിഗ്രി. ഓക്കെ, തീറ്റ ബി. ഇനിയിപ്പോൾ ഇതേപോലെ എഴുതുക. ആംഗിൾസ് ബിറ്റ്വീൻ ദ മാസസ് A and D മെഷർഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് തീറ്റ ഡി എന്ന് പറഞ്ഞെടുക്കുക. ഇത് എത്രയാണ് നടക്കുക? ഇത് എത്ര വരുമായിരിക്കും? 60 വരുമായിരിക്കും. 50. ഓക്കെ, ഏതാണ്ടൊരു 49 സംതിങ് കൊണ്ടാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾ നോക്കി എഴുതിക്കണേ. അപ്പം 360 ഡിഗ്രി മൈനസ് 49 ഡിഗ്രി ആണെങ്കിൽ 360 മൈനസ് 49 ചെയ്യുമ്പോൾ എത്ര വരും? 311 ഡിഗ്രി. എല്ലാം കാൽക്കുലേറ്ററിൽ അടിച്ച് തന്നെ നോക്കണേ. മനക്കണക്കിട്ട് അറിയാവുന്ന രീതിയിൽ എടുത്തിട്ട് ചില സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തം വാല്യൂസും തെറ്റും. കാൽക്കുലേറ്റർ അടിക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടോ? ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയേക്കാം, സ്പീഡിൽ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. മോഡ്യൂൾ 5 എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിൻ്റെ അത് ചോദിക്കുവാണെങ്കിൽ ബാലൻസിങ് മാസ് കണ്ടുപിടിക്കാനാണ് അതിൻ്റെ പാർട്ട് എയിലെ ഓറ്. അത് ഒന്നെങ്കിൽ സെയിം പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ പറയും. സെയിം പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഇതായിരിക്കും ചോദ്യം. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ മാസ്, റേഡിയസ്, ഫോഴ്സ് എന്നിട്ട് ഫോഴ്സ് പോളിഗൺ വരച്ച് കണ്ടുപിടിക്കുക. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആ തന്നിരിക്കുന്ന ആംഗിൾ വെച്ച് നമ്മൾ സ്പേസ് ഡയഗ്രാമും കൂടെ വരയ്ക്കണം. അത്രേ ഉള്ളൂ. സ്പേസ് ഡയഗ്രാം പിന്നെ ഫോഴ്സ് പോളിഗൺ, ഇത് രണ്ടെണ്ണത്തിൽ കാര്യം തീരും. ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ നമുക്ക് പ്ലെയിന്, മാസ്, റേഡിയസ്, ഫോഴ്സ്, പിന്നെ ലെങ്ത്ത്, പിന്നെ കപ്പിൾ. ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്പേസ് ഡയഗ്രാം വരയ്ക്കുക, കപ്പിൾ പോളിഗൺ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക, കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ.
ഇനിയിപ്പം ഒരു എക്സ്ട്രീം ലെവലിൽ ചിലപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ ചോദിക്കണമെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് ഈ 2 ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അതാണ് എന്തോന്ന് മാസ് കണ്ടുപിടിക്കാൻ. സംഭവങ്ങളെല്ലാം തന്നിട്ട് ഇതിൻ്റെ അകത്ത് മാസാണ് ഇല്ലാത്തത്, ഇതിൻ്റെ ആംഗിളും ഇല്ല, അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ 4ാമത്തേൻ്റെ വന്നിട്ട് ഇപ്പം എന്നാ പറയുന്നത്, ഒരു മാസ് തരത്തില്ല, അതുപോലെ തന്നെ ഒരെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് തരത്തില്ല, ഒരു പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് തരത്തില്ല, പിന്നെ ആംഗിളും 2 തരത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ബാക്കി കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ അതും കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു 4 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ 5 സൂപ്പർ സെറ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ് ഈ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞു തന്നത്. ജസ്റ്റ് ഇങ്ങനെ നോക്കുക മാത്രം ചെയ്യാതെ ജസ്റ്റ് നമ്മളൊന്ന് വർക്കൗട്ടും കൂടെ ചെയ്ത് തന്നാൽ ഷുവറായിട്ടും ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഒരു 2 തവണ ചെയ്ത് നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ 2 തവണ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മോമിന് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ അറിയാമായിരിക്കും, പക്ഷെ ഒരെണ്ണം ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ നേരത്ത് ഓരോന്ന് ചിലപ്പോൾ സ്കെയിൽ എടുക്കുന്നതിൻ്റെ അവിടെ നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായേക്കാം, ഓരോ സ്റ്റേജ് വരാൻ നേരത്ത് ചിലപ്പോൾ സ്റ്റക്കാകാൻ നേരത്ത് നമ്മൾ ചിലപ്പോൾ അത് ബാക്കി ചെയ്യുമായിരിക്കും, പക്ഷേ നമ്മൾ ഒരുപാട് ടൈം ആയിപ്പോവും. അങ്ങനെ ഒരുപാട് ടൈം പോയി കഴിയുമ്പോഴത്തേക്കും ബാക്കി മോഡ്യൂളൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ 3 മണിക്കൂറാണ് എക്സാം. അതിൻ്റെ അകത്ത് പാർട്ട് ബി വന്നിട്ട് ഓരോ മോഡ്യൂൾ അരമണിക്കൂർ വെച്ച് തീർത്താൽ 2.5 മണിക്കൂർ കൊണ്ട് 5 മോഡ്യൂളും തീർക്കാൻ പറ്റും. ബാലൻസ് കിട്ടുന്ന അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ പാർട്ടേ തീർക്കുക. അങ്ങനെയുള്ള രീതിയിൽ വേണം നോക്കാനായിട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മോം. അപ്പോൾ മോഡ്യൂൾ 5 ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ.